चक्रवर्ती निःशेषजाढ्यापहा शुक्लां ब्रह्मविचारसारपरमा आद्यां जगद्व्यापिनीं वीणापुस्तकधारिणी हस्ते स्फटिकमालिकां विदधतीं पद्मासने संस्थिता वन्दे तां परमेश्वरीं भगवतीं बुद्धिप्रदां शारदां എന്നാണ്ട് Nah, kami jalan. ദുരന്ത നിവാരണ സേനയും ഗ്രാമത്തിലുണ്ടായിരുന്നവർ വിവരം പുറത്തേക്ക് അറിയിച്ചെങ്കിലും വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രജീഷും ശരത്തും എന്നേക്കുമായി മറന്നുപോയി. തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നും സേവാഭാരതി പ്രവർത്തകരും കാര്യകർത്താക്കളും സ്ഥലത്തെത്തി. 1700ഓളം ആളുകളാണ് ഈ ക്യാമ്പുകളിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനും വൈദ്യസഹായം നൽകുന്നതിനുമായി സേവാഭാരതിക്ക് കീഴിൽ 35 ആംബുലൻസുകളാണ് അവശ്യ സാധനങ്ങൾ സേവാഭാരതി പ്രവർത്തകർ എത്തിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണം നൽകുകയും ചെയ്തു. 11 റിസോർട്ടുകൾ, 9 പാടികൾ, 2 സ്കൂളുകൾ, ഒരു ക്ഷേത്രം, ഒരു മുസ്ലിം പള്ളി എന്നിവയും തകർന്നു. സമൂഹത്തിന്റെ ഐക്യവും ദൃഢതയും ദൃശ്യമായ പ്രവർത്തനങ്ങളായിരുന്നു ദുരന്തമുഖത്ത് നടന്നത്. ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നവരെയും ഞങ്ങൾ ഓർക്കുകയും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അവരുകൾ ഉരുൾപൊട്ടലിന്റെ ദുരവസ്ഥയിൽ നിന്നും ഗ്രാമവാസികളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സേവാഭാരതി സ്വീകരിച്ച പ്രവർത്തനങ്ങൾ സ്നേഹനികുഞ്ചങ്ങളുടെ സമർപ്പണത്തിലൂടെ പൂർണ്ണമാകുന്നു. കേവലം ഒരു ഭവനം എന്നതിനപ്പുറം ഒരു പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ സംഘബന്ധുക്കളുടെ കരുതലിന്റെയും ക്രിയാത്മക പ്രവർത്തനങ്ങളുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും മകുടോദാഹരണമാണ് ഈ സ്നേഹനികുഞ്ചങ്ങൾ. ഭാരതത്തിന്റെ വിവര സാങ്കേതിക വിജ്ഞാനത്തെ ലോകത്തിനു മുൻപിൽ അദ്വിതീയമാക്കുന്നതോടൊപ്പം മഹത്തായൊരു സേവാ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. ഇതിന്റെ ഓരോ മണൽത്തിരയിലും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും തിളക്കം നമുക്ക് ദർശിക്കാം. സ്നേഹനികുഞ്ചങ്ങളുടെ സമർപ്പണ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും
സുസ്വാഗതം. നാഷണൽ ആന്തം. ഈശ്വര പ്രാർത്ഥന കുമാരി ആതിര കൃഷ്ണ. या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणावरकण्ठमण्डितकरा या श्वेतपद्मासना. സ്വാഗതം ശ്രീ കെ ജി രാജേഷ്, ജനറൽ സെക്രട്ടറി, ദേശീയ സേവാ ഭാരതി, കോട്ടയം. സ്നേഹനികുഞ്ചത്തിൻ്റെ താക്കോൽദാനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അവർ 2021 ഒക്ടോബർ മാസം 16-ാം തീയതി കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലുണ്ടായ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് ദേശീയ സേവാഭാരതി കോട്ടയം നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി 8 വീടുകളുടെ താക്കോൽദാനത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആരാധ്യരായ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ പ്രളയത്തിൻ്റെ ദുരിതം തൊട്ടടുത്ത മറ്റ് പഞ്ചായത്തുകളെ ബാധിച്ച് ഉരുൾപൊട്ടലിന്റെ വെള്ളപ്പൊക്കം കാരണം കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ്, മണിമല, വെള്ളാവൂർ, മുണ്ടക്കയം, എരുമേലി തുടങ്ങിയ പഞ്ചായത്തുകളും ദുരിതം അനുഭവിച്ച് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ദുരിതം വന്നതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ വിതച്ച് ഈ പ്രളയം 13 ജീവനുകളും കവർന്നെടുത്ത് കടന്നുപോയി. റോഡുകൾ പൊട്ടി ഇങ്ങോട്ടേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അവിടെ തൊട്ട് വേലനിലം ഭാഗത്ത് തൊട്ട് നടന്നാണ് ഞങ്ങൾ 5-8 പേര് വന്നവരും മുണ്ടക്കയത്തു നിന്നുള്ള ആളുകളുമായി ഞങ്ങൾ കൂട്ടിക്കലിൽ എത്തുന്നത്. മുട്ടൊപ്പം ചെളിയുമായി നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കൂട്ടിക്കൽ ഭാഗം തകർന്നിരിക്കുന്നു. അവിടെയുള്ള കടകളൊക്കെ നാമാവശേഷമായി മാറിയിരിക്കുന്നു. നമ്മുടെ തന്നെ സേവാഭാരതിയുടെ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന ഷീബ ചേച്ചിയുടെയൊക്കെ വീട് താഴത്തെ ഒരു നില പൂർണ്ണമായും ചള്ളയും മണ്ണുമായി നിറഞ്ഞ് ഉപയോഗശൂന്യമായ തരത്തിൽ, ആ ഒരു വീട് കണ്ടപ്പോൾ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് അറിയുവാൻ കഴിയുന്ന തരത്തിലായിരുന്നു അത്. ഒന്നാമത്തെ നിലയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വാഷ് ഔട്ടായി പോയതുപോലെ എല്ലാ സാധനങ്ങളും ഇല്ലാതെയായി. ഒരു നിമിഷം കൊണ്ട് അതുവരെ സമ്പാദിച്ചതെല്ലാം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്ന് മാത്രം നമുക്കറിയാവുന്ന തരത്തിൽ കുറച്ച് ക്യാമ്പുകളാണ് നമ്മൾ കണ്ടത്. അവിടെ കൂട്ടിക്കൽ അപ്പോൾ തന്നെ ക്യാമ്പ് തുറക്കാനുള്ള പ്രവർത്തനം സർക്കാർ തുടങ്ങിയിരുന്നു. അവിടെ എത്തിയപ്പോഴുള്ള ചേച്ചിമാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഇട്ടിരുന്ന നനഞ്ഞ വസ്ത്രവുമായി നിൽക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അക്ഷരാർത്ഥത്തിൽ 54 സെന്റ് സ്ഥലം വാങ്ങി 8 വീടുകളുടെ പണി നമ്മൾ പൂർത്തിയാക്കി ഇന്ന് താക്കോൽദാനം നടത്തുമ്പോൾ ഒന്ന് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളോട് ലാഘീയതയുള്ള ക്ഷമാപണം ഞാൻ നടത്തുകയാണ്. അതോടൊപ്പം ഇൻഫോസിസ് ഫൗണ്ടേഷനോടും പഴയൂർ തീർത്ഥവാദ ആശ്രമത്തിന്റെ മുഖ്യ കാര്യദർശി സംപൂജ്യ ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അദ്ദേഹം നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിന് ഈ പൂഞ്ഞാർ ഡിവിഷന്റെ മെമ്പറാണ്. അദ്ദേഹം ഈ 8 വീടുകളുടെ താക്കോൽദാനത്തിനും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുക, അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണം അഡ്വക്കേറ്റ് രശ്മി ശരത്, പ്രസിഡന്റ്, ദേശീയ സേവാഭാരതി, കോട്ടയം. നമസ്കാരം. സ്നേഹനികുഞ്ചം വീടുകളുടെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിനായി നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തി Honorable Governor Sri Rajendra Vishwanath Arlekar ji. It's a great honor to have you with us today as our chief guest, sir. ഈ വീടുകളുടെ തറക്കടിയിൽ ചടങ്ങിൽ പങ്കെടുക്കുവാനും
അതിൻ്റെ താക്കോൽദാന ചടങ്ങിലും പങ്കെടുക്കുവാനും ഒരേപോലെ അവസരം ലഭിച്ച എന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷമാണ്. ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറോട് as an elected representatives of this place, I am thankful, and I will take this privilege to thank you for visiting our small village. I think you are the first governor to visit our small village. ഈ നാട്ടിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് വളരെ നിസ്സാര കാലഘട്ടത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ തേടിയെത്താൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള വലിയ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ. ഈ ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കകം എത്തിയ ഒരു വ്യക്തിയാണ് ഞാനിവിടെ. ഈ നാട്ടിലെ എല്ലാ സംഘടനകളും ഏറ്റവും സജീവമായി അന്ന് രക്ഷാപ്രവർത്തനത്തിന് രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെയും ഈ നാട് വിട്ടു പോകാതെ ആ സേവനം തുടരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്നും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സേവാഭാരതിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആഴ്ചകളോളം സേവാഭാരതി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇത് കൂടാതെയും 4 വീടുകൾ സേവാഭാരതി നിർമ്മിച്ചു നൽകി. മാത്രമല്ല, കുട്ടികൾക്ക് പുസ്തകം ഉൾപ്പെടെ ഈ നാടിനെ തിരികെ കരകയറ്റുവാൻ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പോഴും ഈ 4 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഈ നാടിനെ തിരികെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും പൂർത്തീകരിക്കാൻ ധാരാളമാണ്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം സർക്കാരിന്റെ തലവൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അത് പറയുന്നത് ശരിയാണ്. എങ്കിൽ പോലും ഇവിടെ ഒരുപറ്റ കാര്യങ്ങൾ സേവാഭാരതി ചെയ്തു. ഈ നാടിനൊപ്പം നിൽക്കാൻ സേവാഭാരതിക്ക് കഴിഞ്ഞു. നന്മയാണ് സേവാഭാരതി, സേവനമാണ് സേവാഭാരതി, ഈ നാടിന്റെ ഐശ്വര്യമാണ് സേവാഭാരതി. നന്ദി, നമസ്കാരം. ശ്രീ സുനിൽ ജോസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിനുമുള്ള സംവേദന നമുക്കെല്ലാവർക്കും പരസ്പരം സഹകരിച്ചുകൊണ്ട് One after another, Seva Bharati stood by the people as a pillar of support. ഭാരതീയ മസ്ദൂർ സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ PR രാജീവ് അവരുകളെ The service of Bharatiya Mazdoor Sangh, India's largest labor organization, is commendable. ഈ ഭവനങ്ങളുടെ കരാർ ഏറ്റെടുത്ത ശ്രീ പ്രമോദ് അവരുകളെ Consistent support of Infosys Foundation to Seva Bharati's service initiatives. സേവാഭാരതി നിർമ്മിച്ച സ്നേഹനികുഞ്ചങ്ങളുടെ താക്കോൽ സ്വീകരിക്കുന്നതിനായി ശ്രീമതി സുമതി സുരേന്ദ്രൻ. ശ്രീ സുമേഷ് NT, PD Shaji, Srimati Radha Babu, ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ദേശീയ സേവാഭാരതി കോട്ടയത്തിൻ്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് സ്നേഹോപഹാരം നൽകുന്നു. ദേശീയ സേവാഭാരതി കോട്ടയം ജനറൽ സെക്രട്ടറി ശ്രീ KG രാജേഷ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ശരത്. Namaskaram. I have to speak in English. I don't understand Malayalam, and some of you don't understand Hindi. So I chose between these two and I decided to speak in English. Please forgive me for this. On the dais here for this very different function of providing houses to
to the needy persons, needy people. We have amongst us Param Adaraniya Swamiji, Sampujya Swami Garudadhwajananda ji, to get these houses to rehabilitate the people. Shri Sunil Jose, District Panchayat member of the Kottayam Jilla Parishad, Advocate Sean George, all distinguished persons sitting in the audience, Sahodarin Mare, Namaskaram. I must apologize for having come here a late one. Normally I don't come late. I am trying to be in time or on time for any function that is designated for any such programs. But I don't know, somehow it happened. We started from Alua at 9 in the morning and we reach here almost at 12. So it was 1 hour delay on my part. I, with folded hands, apologize and ask you for a forgiveness, because you have been sitting here since 10:30 and I have no reason why should I take your time. But you are great enough with Swamiji's presence and blessings. You have forgiven me, I consider it. Today's function is a different one because normally such functions do not happen in our society. The Infosys, who has provided the much needed help, and other people also who have contributed, they deserve great applause. They deserve our great namaskaram from us. Because service is always there in our minds, in our hearts. But some support is needed from the other people. I always believe that every work cannot be done by government. There has to be people's participation, public participation. I must come and stay here. Yes, sir. This is quite good. രണ്ട് വീട്ടിലായിക്കണം. ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഉണ്ടായിരുന്നല്ലോ.
എന്നാ ഇരിക്കുന്നു അല്ല നട കയറി പോകുന്ന ആ നേരെ രാവിലെ വന്നായിരുന്നോ? ഇവിടെ ഉണ്ടോ? ഉണ്ടൊക്കെയോ? ആ ആയി ശരി. കുടം പിടി രണ്ടുമൂന്ന് പേരെ ആദ്യം രണ്ടുപേരും പറ്റുമോ? നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അല്പമെങ്കിലും അതിൽ പ്രഭാകുരം സ്വൽപതേയിരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യവീണഭൂവിൽ നിന്നുദ്ഭവിച്ചു തിരുമൈയിലെത്തണേ മണിഭൂഷണത്തിലും തോമനോദ്യമലമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭ വിളങ്ങണേ വിഭോ മാറ്റി നിന്നുപരസം മകച്ചതിൽ പോറ്റി പുൽകരുതു മരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെഴും കാടിലാടരുതു ചിരാഞ്ജലം ചെറിഞ്ഞു പൊങ്ങി മുൻപ് നിഴലീ നിൽക്കണേ മുൻപ് നിഴലീ നിൽക്കണേ. പ്രജാലതുണ്ടം സുധശ്രീസനന്ദം ജഡാവിന്ദകുന്ദം ഭജേഷ്ടസന്ദം പക്ഷം ഭജേ ശ്രീ ശിവാസം സദാശം സുരേശം ദശ്രീനിശേഷം ദശദ്ദന്തവാസം ശരശൂരവാസം ഭജേ വൃത്തവാസം സദാനേന്ദ്രസന്തം സദാ ദാനവന്തം ബുധശ്രീകരന്തം ഗജാശം വിഭാന്തം
ഓം ഗം ഗണപതിയേ നമഃ ഓം ഗം ഗണപതിയേ നമോ നമഃ. ഇപ്പൊ എടുത്തു. പക്ഷെ ഞങ്ങളെ വെട്ടി മാറ്റിയാലും നീ നാളെ ഏതാണ്ട് വരണ്ട. ഇറങ്ങിയിട്ടില്ല. അവിടെ ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ. പോന്നോ പോന്നോ. ചാനൽ കുറവാ ഉള്ളതൊക്കെ മതി. आपका बहुत अच्छा आप सब पर भगवान की कृपा रहे. What is your name? Atima. Atima. नमस्ते. ये अभी आपका घर है. बहुत अच्छा. भगवान की कृपा है. Your SP here. Yes, sir. Great. Yes. So the who is the DC here? District Collector John DC. John Samuel. So you have met him. Yes, I met him. I called him for guest house. Senior IAS officer. Ask him where is he? Sir, sir.
സാർ അവിടെയുണ്ടോ ക്യാമറ ഒത്തിരി കാലം സാധാരണ മെസ്സേജ് അയക്കാൻ നിങ്ങൾ മെസ്സേജ് വരുന്നില്ല ഇപ്പൊ തിരക്കൊക്കെ അങ്ങനെ एक फोटो आपके साथ चाहिए मैं शेयर नहीं करेगा मेरी फैमिली में बताएगा मेरे स्टूडेंट्स को बताएगा कि कैसे काम भी कोई करता है फेसबुक नहीं പോണോ കഴിച്ചോ പോയി കഴിച്ചോ കഴിക്ക് പോയിട്ട് വാ കഴിച്ചിട്ടോ എല്ലാവരും കൂടി പോയി കഴിച്ചിട്ടോ സ്വാമി മന്ദവിന്യേ വെയിറ്റില്ലേ നമ്മുടെ വീടൊക്കെ പോയപ്പോ അതില് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ കുറ്റിപ്ലാങ്ങാട് സ്കൂളിൽ വന്നായിരുന്നു വെട്ടിക്കാൻ ആറ്റ് സൈഡ് ആണോ ഞാൻ കുളി കഴിഞ്ഞ് തുണി അലക്കണം മുടി ഉച്ചിരിക്കുന്നത് സാറിയില്ല ഫോട്ടോ എടുത്തിട്ട് അത് വീഡിയോയിലുണ്ട് ഫോട്ടോ അന്ന് കരണ്ട് കണ്ടിട്ട് എല്ലാവരും ഇത് മൂളിയാണ്ട് നിൽക്കുന്നതാണ് എമ്മീടെ കടയോ ആ സെറ്റ് കയറി എപ്പോഴാണോ വരുന്നത് എവിടെയായിരുന്നു മേളിലായിരുന്നു ആ കണ്ടില്ല നമ്പർ ആണോ വിളിക്കാത്ത നമ്പർ തന്നെ അതല്ലേ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വിളിക്കുന്നതല്ലേ ഇപ്പോഴാണ് മനസ്സിലായി അണ്ണന് മോഡലായിരുന്നു ശരി ആയിക്കോട്ടെ ഗൃഹപ്രവേശം ഞാൻ മുണ്ടക്ക കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിനും ഒക്കെ വന്നതാ കണ്ടതാ
ചോറുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ണാൻ പോവാ. ആ ഞാനിങ്ങളും അങ്ങനെയാ. എന്നപ്പാ ഒക്കെ ഒന്നിട്ടങ്ങാ പാ. പേര് അരുൺ. 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 ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുക. അറിയോ? വല്ല പരിചയമുണ്ടോ? ഞങ്ങൾക്ക് ടിവിയുടെ ചാനൽ മാറ്റിയിടാൻ ആളെ കണ്ടില്ലല്ലോ. ഇപ്പൊ ആളെ കണ്ടില്ല. എനിക്ക് തോന്നിയായിരുന്നു ഇന്ന ഇയാളിന്റെ ക്യാമറ കഴിച്ചോ. ഞാൻ പോയിട്ട് വരാം. ലോക്കല്ലേ? ലോക്കെ. ഒന്നുമില്ല. കറി ഒന്നും വേണ്ട, ഒരു 5-6 ചോറ് ഉപ്പും ചോരം മാത്രം. അല്ല അത് മതി. ഞാനേ ഇവിടുന്ന് വരുന്നോ? ആയിക്കോട്ടെ. നിങ്ങളെവിടെയാ സ്ഥലം? പണക്കത്തീറ. ഇന്ന് സ്കൂളിൽ പോയിരുന്നു. നമ്മുടെ അമ്പലത്തിനും അല്ലേ, അമ്പലം കൂട്ടിയല്ലേ വന്നത്. ശരിയാ.